മധുരത്തിന്റെ റെസിപ്പിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമുള്ള ഹലുവയാണ് ഉണ്ടാക്കുന്നത്. ഹലുവ എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളൊക്കെ വിചാരിച്ചാണ് ഹലുവയ്ക്ക് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുക്കില്ലെന്ന്. സാധാരണ നമ്മൾ ഹലുവയ്ക്ക് കുറേ നേരക്കിട്ട് ഇളക്കിയിട്ട് ഹലുവ റെഡിയാക്കിയിട്ട് എടുത്താൽ മാത്രമേ നമുക്ക് ആ കടയിൽ നിന്ന് വാങ്ങണ ഹലുവയുടെ ടെക്സ്ചർ നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ ഈ ഹലുവ നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് സമയം മാത്രമേ ആവശ്യമുള്ളൂ. പക്ഷെ നമുക്ക് ആ കടയിൽ നിന്ന് വാങ്ങണ പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെ വായിലിട്ടുണ്ടെങ്കിൽ അലിഞ്ഞു പോണ പോലത്തെ ഹലുവ നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ പച്ചരി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിനൊരു ട്രിക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല ഇഷ്ടമാവും. പിന്നെ നമ്മൾ മിയാ കിച്ചണിൽ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു കേക്കിന്റെ റെസിപ്പി ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ ഇന്ന് രാവിലെയാണ് അപ്ലോഡ് ചെയ്തത്. ഒരാൾ ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കമന്റ്സ് ഇട്ടിട്ടുണ്ട്. നല്ല ഒരു റെസിപ്പി ആട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് ആ കേക്ക്. അത് സാധാരണ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യണ പോലെയല്ല. എന്നാലും സാധാരണ നമ്മൾ കേക്ക് കുക്കറിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഓവനിൽ വെച്ചിട്ടല്ലേ ബേക്ക് ചെയ്യാറുള്ളത്. ഇത് നമ്മൾ കറി വെക്കാൻ എടുക്കുന്ന മൺചട്ടി ഉണ്ടല്ലോ, മൺചട്ടിയിൽ വെച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടാണ് കേക്ക് ബേക്ക് ചെയ്യുന്നത്. മൺചട്ടി തന്നെ വേണമെന്ന് നിർബന്ധമില്ല. ഓവനില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൺചട്ടിയിൽ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് നമുക്ക് ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തിട്ട് എടുക്കുന്ന പോലെ കേക്കിന്റെ സൈഡൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കാണാത്തവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിചാരിക്കണം. ഇവിടെ ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കണം. അപ്പോൾ നമുക്ക് ഈ ഹലുവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമൊന്നുമില്ല കേട്ടോ. എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സാധനങ്ങൾ ഇപ്പോഴും നമ്മൾ ഇപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇപ്പം തന്നെ ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ അടുക്കളയിൽ എല്ലാവരും അടുക്കളയിൽ എപ്പോഴും ഉണ്ടാവുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഹലുവ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി എല്ലാവരും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഹലുവ നമുക്ക് റെഡിയാക്കാം. അപ്പോൾ നമുക്കിത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. പച്ചരി ഒരു 4 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കുതിർത്തിയിട്ട് എടുക്കാം. അപ്പോൾ പച്ചരി നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ പച്ചരി എടുക്കുമ്പോൾ ഏത് ടൈപ്പ് പച്ചരി ആയിരുന്നാലും കുഴപ്പമില്ല. ഞാനിവിടെ സോണ മസൂർ റൈസിന് എടുത്തേക്കുന്നത്. അതിന് വേണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ആ പേര് പറഞ്ഞതാണ്. പച്ചരിക്ക് പകരം നിങ്ങൾക്ക് ഇഡ്ലി റൈസ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഡ്ലി റൈസ് എടുക്കാം. അപ്പോൾ ഞാനിവിടെ അരി എടുത്തേക്കുന്നത് 250 ml മെഷീൻ കപ്പിലാണ് അളവ് എടുത്തേക്കുന്നത്. മെഷീൻ കപ്പ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. കാരണം കേക്കൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് ഒരു കറക്റ്റ് അളവ് വേണ്ടത്. ഇതിനകത്ത് നമുക്കിപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് കൂടെ കുറേയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മെഷീൻ കപ്പ് ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ അളവെടുക്കുക. പിന്നെ ഒരു 1.25 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ഒരു ഏകദേശം അളവിലെടുക്കുക. അല്ലെങ്കിൽ അതാ. പിന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കായ പൊടിച്ചത്. ശർക്കര ഞാനിവിടെ 75 ഗ്രാം ശർക്കരയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് അത്രയ്ക്ക് മധുരം വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 60 ഗ്രാം തുടങ്ങിയിട്ട് ഒരു 75 ഗ്രാം വരെ എടുക്കാം. പിന്നെ വേണ്ടത് കോൺഫ്ലോർ. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, കോൺഫ്ലവറിന് പകരം മൈദ ചേർത്തിട്ടുണ്ടെങ്കിൽ ശരിയാവുമെന്ന്. മൈദ ചേർത്തിട്ടുണ്ടെങ്കിലും കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ഞാൻ മൈദ ചേർത്തിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അത്രയ്ക്ക് കറക്റ്റ് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. കോൺഫ്ലവർ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഫ്ലവർ തന്നെ ചെയ്യുക. ഇനിയിപ്പോൾ കോൺഫ്ലവർ ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈദയിൽ ചെയ്ത് നോക്കാം. ഒട്ടും കൂടുതൽ ചേർക്കരുത് കേട്ടോ. 2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. മൈദ ആയിരുന്നാലും കോൺഫ്ലവർ ആയിരുന്നാലും. പിന്നെ ഞാനിതിലേക്ക് വേറെ ഒരു സാധനം കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. ടൂട്ടി ഫ്രൂട്ടിയും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ഹലുവയിൽ അങ്ങനെ ചേർക്കാറില്ല. പക്ഷേ എനിക്ക് ടൂട്ടി ഫ്രൂട്ടിയും കൂടിയിട്ട് ചേർത്തിട്ട് ഹലുവ ഉണ്ടാക്കിയിട്ട് നല്ല ഇഷ്ടമായി. അതിന് ഇടയ്ക്ക് കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ടൂട്ടി ഫ്രൂട്ടിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കാം. അത് ഞാനിവിടെ ഒരു 1/4 കപ്പാണ് എടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ ഹലുവ ഉണ്ടാക്കുമ്പോൾ സാധാരണ നമ്മൾ നെയ്യ് അല്ലെങ്കിൽ ഓയിലോ ചേർക്കില്ല. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നെയ്യിൽ റെഡിയാക്കിയിട്ട് എടുക്കുക. അല്ലെങ്കിൽ ബട്ടർ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബട്ടറിൽ എടുക്കുക. അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന ഏതെങ്കിലും ടൈപ്പ് ഓയിൽ എടുക്കുക. പക്ഷെ എനിക്ക് വെളിച്ചെണ്ണയുടെ ടേസ്റ്റാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. അത് നമ്മൾ ഹലുവയുടെ ഇളക്കണ സമയത്ത് കുറേശ്ശെ നമ്മളിങ്ങനെ ചേർക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ അരി നമുക്കൊന്ന് അരച്ചിട്ട് എടുക്കാം. അപ്പോൾ പച്ചരി അരച്ചിട്ട് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല വെണ്ണ പോലെ അരയ്ക്കണ്ട. ചെറിയ തരിയോട് കൂടിയിട്ട് അരച്ചിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് അരിപ്പയിൽ വെച്ചിട്ട് നമ്മൾ പിഴിഞ്ഞിട്ട് അതിൻ്റെ നമ്മൾ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞെടുക്കില്ല, അതേപോലെ അതിൻ്റെ പാല് മാത്രമാണ് എടുക്കുന്നത്. ശരിക്കും അരിയിൽ നിന്ന് അങ്ങനെ നമുക്ക് പാലെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. പക്ഷേ അത് ഫുള്ളായിട്ട് അരച്ചിട്ട് എടുക്കേണ്ടതാണ്. ഒന്ന് ചെറിയ തരിയോട് കൂടിയിട്ട് അരച്ചിട്ട് അരിപ്പയിൽ വെച്ചിട്ട് അരിച്ചിട്ട് ഇതിൻ്റെ പാലെടുക്കുക. അങ്ങനെ നമ്മൾ ഹലുവ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹലുവയ്ക്ക് ഒട്ടിങ്ങനെ കട്ടി ഉണ്ടാവില്ല, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പച്ചരി മാത്രം അരച്ചിട്ട് എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ തേങ്ങ കൂടിയിട്ട് അരയ്ക്കണം. പക്ഷേ തേങ്ങ നമ്മൾ ഇതിൻ്റെ പാലെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങ കൂടിയിട്ട് അരച്ചാൽ മതി. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പച്ചരി നമുക്ക് അരച്ചെടുക്കാം. എൻ്റെ കോഴി കൂവണ സൗണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ചിലപ്പോൾ ചാത്തൻകോഴി കൂവണുണ്ട്, ഇടയ്ക്ക് കൂവണുണ്ട്. ഇങ്ങനെ പകലെ കിടന്ന് പോയിട്ടുണ്ടെങ്കിൽ അടുത്ത ആരെങ്കിലൊക്കെ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴീനെ മാറ്റേണ്ടി വരും. കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത് അടുത്ത വീടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ ഞാനിവിടെ ആദ്യം വീട്ടിൽ കോഴീനെ ചാത്തൻകോഴി എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു.
പക്ഷെ ആരെ കംപ്ലൈന്റ് പറഞ്ഞിട്ട് പിന്നെ പോലീസൊക്കെ വന്നിട്ട് ആ കോഴീനെ മാറ്റിയതാണ്. ഇപ്പൊ ഇതിന് കംപ്ലൈന്റ് വരുമെന്ന് അറിയില്ല, ഇടയ്ക്ക് കിടന്നിട്ട് തൂവുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അരി അരച്ചെടുക്കാം. എനിക്ക് ആ കോഴി കൂവണ സൗണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമുക്ക് നാട്ടിലൊക്കെ ഒരു ഫീലിംഗ് കിട്ടും, പക്ഷെ ആൾക്കാർക്ക് കിട്ടത്തില്ല. അപ്പോൾ അരി അരയ്ക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് അരി ഇടാം. വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയിട്ട് എടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കാം. ഏകദേശം എന്താ ഇത്രയ്ക്ക് വെള്ളം എടുക്കുക, അരിയുടെ മുകളിലൊന്ന് നിൽക്കാൻ പാകത്തിന്. സാധാരണ നമ്മൾ നല്ല പേസ്റ്റ് പോലെ അരയ്ക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയ്ക്ക് വെള്ളം നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം ഇത് നമുക്ക് ശരിക്കും അരിഞ്ഞു കിട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചിട്ടുണ്ട്. ഇത് അരച്ചെടുക്കട്ടെ. കറക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് അപ്പോൾ തന്നെ ഓഫ് ചെയ്യാം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കര പേസ്റ്റ് പോലെ അരിഞ്ഞു പോകും. ഇത് നമുക്ക് അരിച്ചെടുക്കാം. ജസ്റ്റ് അതിൻ്റെ മുകളിലുള്ള വെള്ളം മാത്രമാണ് ഇപ്പോൾ ഇതിനകത്ത് ഒഴിച്ചത്. അതിൻ്റെ അടിയിൽ നല്ല തിക്കായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് കറക്കിയിട്ട് എടുക്കട്ടെ കേട്ടോ. ഇതാ ഇതാ ഇതിപ്പോൾ നോക്കിയേ, ഭയങ്കരമായിട്ടാണ് പേസ്റ്റ് പോലെ അരിഞ്ഞിട്ടില്ല. അതാ ഇതേപോലെ അതിങ്ങനെ ഇരിക്കും. അതിങ്ങനെ അരിപ്പയിൽ ഇങ്ങനെ പിടിച്ചോളൂ. ഇതിലേക്ക് ഞാനിവിടെ ഒരു എക്സ്ട്രാ 3 ഗ്ലാസ് വെള്ളം കൂട്ടിയിട്ട് ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ആ പാല് ഫുള്ളായിട്ട് എടുക്കണമല്ലോ, സാധനം നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ട് എടുക്കണ പോലെ. അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ ഒരു 3 കപ്പ് വെള്ളം കൂടിയിട്ട് എക്സ്ട്രാ ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ടോട്ടൽ നമ്മളിപ്പോൾ ഒരു 4.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഒരു 1.5 കപ്പ് വെള്ളം നമ്മൾ ഇത് അരച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തു. അപ്പോൾ നമ്മളൊരു 3 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ വലിയ തരി നമുക്ക് ആവശ്യമില്ല കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് എടുക്കാം. ശരിക്കും നമ്മൾ ആ തേങ്ങാപ്പാൽ പിഴിഞ്ഞ പോലെ. ഇത് നിങ്ങൾ എന്തെങ്കിലും വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നെങ്കിൽ ഉണ്ടാക്കിക്കുക. ഞാനിത് എന്തായാലും കോഴിക്ക് കുറക്കാൻ എടുക്കാം. എല്ലാവരും എവിടെയാ? ഇത് ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ബാ ബാ ബാ. ഇത് നമ്മുടെ അരി കേട്ടോ, അരിച്ചെടുത്തിട്ട് ബാക്കിയുള്ളതേ. ഇനി നമ്മളടുത്ത് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാലിൽ നിന്ന് നമുക്ക് കുറച്ച് പാല് മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കാം, തേങ്ങ അരച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് വെള്ളത്തിൽ വെള്ളമല്ല പാല്, കുറച്ച് പാലിൽ അരച്ചിട്ട് എടുത്താൽ മതി. കാരണം അല്ലെങ്കിൽ തേങ്ങ ശരിക്കും അരഞ്ഞു കിട്ടില്ല. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർക്കാം. തേങ്ങ ഇതാ ഇതേപോലെ ഇങ്ങനെ പിടിക്കണക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ കോഴി എന്ത് കൂലതേ. ഇതാ ഒരു 2 പിടി തേങ്ങ ഏലക്കായും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. ഇത് അരച്ചിട്ട് എടുക്കുമ്പോൾ നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് എടുക്കണം കേട്ടോ, കാരണം നമ്മൾ തേങ്ങ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ തേങ്ങ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് നീക്കി വയ്ക്കാം. ഇനി അടുത്ത് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശർക്കര നമുക്കൊന്ന് അലിയിച്ചിട്ട് എടുക്കാം. ഇനി നമുക്ക് പെട്ടെന്ന് പണികൾ കഴിയട്ടെ, ഇനി ഒരുപാട് സമയം എടുക്കില്ല. അപ്പോൾ ഹലുവ റെഡിയാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ സെറ്റ് ചെയ്യാനുള്ള പാത്രം കൂടിയിട്ട് റെഡിയാക്കിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇതേപോലെ ഒരു സ്റ്റീലിൻ്റെ ഒരു പ്ലേറ്റാണ് എടുത്തേക്കുന്നത്. എന്തായാലും കുഴപ്പമില്ല. ഇതിനകത്ത് കുറച്ച് ഓയിലോ നെയ്യോ ബട്ടർ എന്തെങ്കിലും ഒന്ന് തൂത്തിട്ട് ഈ പാത്രം റെഡിയാക്കിയിട്ട് നേരത്തെ കൂട്ടിയിട്ട് വെക്കുന്നുണ്ട്. കാരണം നല്ല ചൂടോട് കൂടിയിട്ട് നമ്മുടെ ഹലുവ റെഡി ആകുമ്പോൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ 1 കപ്പ് വെള്ളം, ശർക്കര. അപ്പോൾ നമ്മുടെ ശർക്കര നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കല്ലുള്ള ശർക്കരയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരിച്ചിട്ട് എടുക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കണ തേങ്ങയും അതും കൂടിയിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫസ്റ്റ് നമ്മൾ പച്ചരി അരച്ച് വെച്ചിട്ടില്ലേ, അത് 2 കൂടിയിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ. ഫസ്റ്റ് നമ്മുടെ അരി അരച്ചെടുത്തേക്കണ പാൽ ചേർക്കാം. തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത് കേട്ടോ. അടിയിൽ കുറച്ച് തരി ഉണ്ടായിരുന്നു, പക്ഷെ അത് കുഴപ്പമില്ല. ഇനി നമ്മൾ തേങ്ങ കൂട്ടിയിട്ട് അരച്ച് വെച്ചിട്ടില്ലേ, അതും കൂട്ടിയിട്ട് ഇതിലേക്ക് ചേർക്കാം. മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്ത് വെച്ചിട്ടില്ലേ, അതും കൂടിയിട്ട് ചേർക്കാം. അത് നന്നായിട്ട് തിളക്കുന്നതിന് മുമ്പ് തന്നെ ചേർക്കാം. അതേപോലെ ഇങ്ങനെ ടേബിൾ സ്പൂണിൽ ഇങ്ങനെ നിറച്ചിടുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ കൂടുതൽ ചേർക്കരുത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സിയിൽ നമ്മൾ തേങ്ങ കൂട്ടിയിട്ട് അരക്കില്ലേ, അരക്കുന്നതിൻ്റെ കൂട്ടത്തിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ അതിനകത്ത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇത് തിളക്കുന്നതിന് മുമ്പ് തന്നെ അതിനകത്ത് കോൺഫ്ലവർ ചേർക്കണം. നോക്കിക്കേ, ഇതിപ്പോൾ അതിനകത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഫ്ലവർ ഇതിനകത്ത് കിടന്നിട്ട് കട്ട പിടിക്കില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നിർത്താണ്ട് ഇളക്കി കൊടുക്കുക.
അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നെയ്യ് അല്ലെങ്കിൽ ഓയിലാ എന്താ ചേർക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ചേർക്കുന്ന സമയത്ത് തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചോട്ടോ. അപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ഇത് നല്ല മണമുള്ള വെളിച്ചെണ്ണയാണ്, വേവണമല്ലോ. അപ്പോൾ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കിയാൽ മതി. ഇടയ്ക്ക് നിങ്ങൾ അതനുസരിച്ചിട്ട് തീ കൂട്ടിയും കുറച്ച് വെച്ച് കൊടുക്കുക. ഒന്നും കൂടി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇങ്ങനെ തിക്കായി വന്നതനുസരിച്ചിട്ട് നിങ്ങളൊരു 4 അല്ലെങ്കിൽ ഒരു 5 പ്രാവശ്യം നെയ്യ് അല്ലെങ്കിൽ ഓയിലോ ബട്ടറോ വെളിച്ചെണ്ണ എന്താണെന്ന് വെച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ചെറുതായിട്ടൊന്ന് തിക്കായി വന്നു തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് വലിയ ബബിൾസൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടിയിട്ട് ചേർക്കാം. അപ്പോൾ ഞാനിതിലേക്ക് എക്സ്ട്രാ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടിയിട്ട് ചേർത്തിട്ടോ. ഞാൻ നോക്കിക്കേ, ഇപ്പോൾ നമ്മുടെ ഈ പാനിൽ കിടന്നിട്ട് ഇതാ ഉരുണ്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് 8 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ടാ ചേർത്തത്. ഒരു പ്രാവശ്യം ചേർത്ത് കഴിഞ്ഞപ്പോൾ ക്യാമറ ഓഫായിരിക്കുന്നു. ഇപ്പോൾ നോക്കിക്കേ, ഇത് അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ നമ്മൾ ഉരുട്ടുമ്പോൾ അതങ്ങനെ ഉരുണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടിയിട്ട് ചേർക്കുക. ഇത് ലാസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഞാനിവിടെ 2 നുള്ള ഉപ്പും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. ഇതാ, അത് നല്ല തിക്കായിട്ടുണ്ട്. അതിൻ്റെ അടിഭാഗമൊക്കെ നമുക്ക് ശരിക്കും കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ ഒന്നും കൂടി ഒന്ന് തിക്കാക്കിയിട്ട് എടുക്കാം. ഇത് ഓൾറെഡി വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല തിക്കായിട്ടുണ്ട്. പാത്രത്തിൽ നല്ല ഒട്ടിങ്ങനെ പിടിക്കാണ്ട് നമുക്ക് ഇളക്കാനും പറ്റുന്നുണ്ട്. കണ്ടേ, ഇതാണ് നമ്മുടെ ചട്ടിയിൽ പിടിച്ചിരുന്നത്, നമ്മുടെ പാനിൽ പിടിച്ചിരുന്നത്. ഇത് നമ്മൾ എടുത്തിട്ട് ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ട്, ചെറിയ ചൂടുള്ളൂ. ഇങ്ങനെ ഉരുട്ടുമ്പോൾ നമുക്ക് ഉരുട്ടാനും പറ്റുന്നുണ്ട്. അങ്ങനത്തെ ഒരു ടെക്സ്ചറിൽ വേണം കേട്ടോ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഭയങ്കര വെള്ളം പോലെ ഇരിക്കുമ്പോൾ ഓഫ് ചെയ്യരുത്. അതാ നോക്കിക്കേ, കഴിച്ചോട്ടെ. അത് നോക്കിക്കേ, നമ്മുടെ ഹൽവ ഇരിക്കുന്ന നോക്കിക്കേ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഹലുവ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമല്ലേ. പെട്ടെന്ന് ഹലുവ നമുക്ക് സെറ്റായിട്ട് എടുക്കാനും പറ്റും. കുറേ നേരം ഒന്നിട്ട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. തേങ്ങാപ്പാലൊന്നും ആവശ്യമൊന്നുമില്ല. തേങ്ങ ഇങ്ങനെ അരച്ച് ചേർത്താലും നമ്മൾ ശരിക്കും തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് റെഡിയാക്കിയിട്ട് എടുക്കുന്ന ടേസ്റ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്ക് ചെയ്തിട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാനും മറക്കരുത്. പിന്നെ ഒരു കാര്യം, കറുത്ത ശർക്കര കിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ടുണ്ടാകും കേട്ടോ. അതിനുള്ള കുറച്ചും കൂടി നല്ല ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ നമുക്ക് നാളെ വേറൊരു പുതിയ റെസിപ്പി ആയിട്ട് വരാം. Ba 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 ba.